അത് പിന്നെ ജയിക്കുന്ന അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ അപ്പൊ ഇതെന്തോന്നാണ് കളിയെന്തോന്നാണ് പറ റെക്കോർഡ് ചെയ്യാണ് പറ. ഷാരോൺ വധക്കേസിലെ പിന്നിട്ട നാൾ വഴികൾ നമുക്കൊന്ന് സഞ്ചരിക്കാം. ആ കേസിലെ വിധി ഇന്നായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴിയാണ് ഷാരോൺ കേസിലെ വിധി നിർണയിക്കപ്പെട്ടത്. അത് ഷാരോണിൻ്റെ സുഹൃത്ത് റിജിലിൻ്റെതായിരുന്നു. നമുക്ക് ആ കഥയിലേക്കൊന്ന് സഞ്ചരിക്കാം. ഒക്ടോബർ 14 ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ സുഹൃത്തായ റിജിലുമായി ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ട കാമുകിയായ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഗ്രീഷ്മയായിരുന്നു അയാളുടെ അസൈൻമെൻറ്റും റെക്കോർഡുകളുമൊക്കെ എഴുതി തയ്യാറാക്കിയിരുന്നത്. അത് വാങ്ങിക്കാനായിരുന്നു ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷാരോൺ തനിച്ചാണ് വീട്ടിലേക്ക് കയറിപ്പോയത്. സുഹൃത്ത് വെളിയിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഷാരോൺ ഛർദ്ദിച്ചുകൊണ്ടാണ് വരുന്നത്. അസ്വാഭാവികതയായിട്ട് റിജിലിന് സംശയം തോന്നി. പക്ഷേ എങ്ങനെയോ ക്ഷീണിതനായിട്ട്, വളരെ ഉത്സാഹത്തോടെ കയറിപ്പോയ ആൾ വളരെ ക്ഷീണിതനായിട്ടാണ് തിരിച്ചു വന്നത്. അയാൾ റിജിലിൻ്റെ ബൈക്കിൽ പിറകിൽ കയറുകയും റിജിൽ വണ്ടി ഓടിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഷാരോൺ ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത്തവണ ഛർദ്ദിച്ചത് വളരെയധികം പച്ച കളറുള്ള ഒരു പാനീയമായിരുന്നു. അത് സംശയത്തിൻ്റെ നിഴലിലേക്ക് നയിച്ചു. സുഹൃത്തിൻ്റെ നിരന്തര ചോദ്യത്തിനു മുന്നിൽ ഷാരോൺ സത്യം പറയുകയാണ്. അവൾ ഒരു കഷായം തന്നു, അതിൽ പിന്നീടാണ് ഞാൻ ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങിയത് എന്ന്. മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും ഷാരോണിൻ്റെ നില ഗുരുതരാവസ്ഥയിലേക്ക് മാറി. തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. ഷാരോണിൻ്റെ വായ മുതൽ അന്നനാളം വരെ കരിഞ്ഞു പോയിരിക്കുന്നു, പൊള്ളി നശിച്ചിരിക്കുന്നു. ഈ സമയത്തൊക്കെയും ഷാരോൺ ഗ്രീഷ്മയുമായിട്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഗ്രീഷ്മയുടെ നല്ല വാക്കുകൾ അയാൾ വിശ്വാസത്തിലെടുത്തു. ഒടുവിൽ താൻ മരിക്കുമെന്നുറപ്പായപ്പോൾ ഷാരോൺ തൻ്റെ അച്ഛനോട് ആ സത്യം പറയുകയാണ്. ഗ്രീഷ്മ തനിക്ക് ഒരു കഷായം തന്നിരുന്നു, ആ കഷായം കുടിച്ചതിൽ പിന്നീടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് ഷാരോൺ സത്യം പറയുന്നു. അതിൽ പിന്നീട് അന്വേഷണങ്ങൾ വരുന്നു. തുടരെ അന്വേഷണങ്ങൾക്കൊടുവിൽ സത്യം തെളിയുകയാണ്. ഗ്രീഷ്മയ്ക്ക് ഷാരോണിനോടുണ്ടായിരുന്ന പക എന്തായിരുന്നു? ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള ബന്ധത്തെ ഗ്രീഷ്മയുടെ വീട്ടുകാർ എതിർത്തു. ജാതി പ്രശ്നമായിരുന്നു പ്രധാന കാരണം. ഒടുവിൽ ഗ്രീഷ്മയുടെ വീട്ടുകാർ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന നടത്തി. എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. എന്നാൽ വിവാഹ നിശ്ചയത്തിനു ശേഷവും ഗ്രീഷ്മ ഷാരോണുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി. വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു. അവർ പരസ്പരം കാണാൻ തുടങ്ങി. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ഷാരോണിനെ അവൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നെറുകയിൽ സിന്ദൂരം പതിപ്പിച്ച ഫോട്ടോസുകൾ രാത്രി ഷാരോണിന് പേഴ്സണലായി അയച്ചു കൊടുക്കുകയുണ്ടായി. ഗ്രീഷ്മയുടെ സ്നേഹം സത്യമാണെന്ന് ഷാരോൺ വിചാരിച്ചു. എന്നാൽ ഗ്രീഷ്മയുടെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം മറ്റൊന്നായിരുന്നു. പതിയെ പതിയെ ഷാരോണിനെ തീർക്കുക എന്ന ലക്ഷ്യം. ഷാരോണുമായി കറങ്ങാൻ പോവുകയും ഇതിൻ്റെ ആദ്യ പടിയായിരുന്നു മാംഗോ ജ്യൂസിൽ പാരസെറ്റമോളുകൾ ഓവർ ഡോസ് ഇട്ട് ഷാരോണിന് കൊടുത്തു. അന്ന് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആരും സംശയിച്ചിരുന്നില്ല. പിന്നീടാണ് ഗ്രീഷ്മ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് കഷായം ഷാരോണിന് നൽകുന്നത്. അതിനുശേഷമാണ് ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്നത്. എന്തായാലും ഗ്രീഷ്മയെ അനുകൂലിച്ചിരുന്ന വക്കീൽ പറഞ്ഞിരുന്നത് ഗ്രീഷ്മയെ ആണ് ഇത് ചെയ്തത് എന്ന് ഷാരോൺ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല, ഷാരോൺ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഷാരോണിൻ്റെ കൂടെ അന്ന് സഞ്ചരിച്ച റിനിൽ എന്ന സുഹൃത്ത് മുന്നോട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഗ്രീഷ്മയുടെ വീട്ടിൽ ഇറങ്ങി വന്ന ഉടനെ തന്നെ ഷാരോൺ പറഞ്ഞിരുന്നു അവൾ എന്നെ ചതിച്ചു എന്ന കാര്യം. ഈ വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ കേസിൽ വഴിത്തിരിവായത്. ഈ കേസിനെ കൂടുതൽ സ്ട്രോങ് ആക്കി തീർത്തത്.
ഷാരൂണ് വിളിച്ചപ്പോൾ 10:30 എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ വിളിച്ച് അവളെ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അവനെ അവൻ്റെ ബൈക്കിലേക്ക് പോയി. പോയിട്ടിരുന്നപ്പോൾ തന്നെ അവളെ അമ്മയും അമ്മാവനും അതിൽ പോകുന്നത് കണ്ടായിരുന്നു. അവൻ തന്നെ കാണിച്ചു തന്നിട്ട് അവളെ വീട്ടിലെത്തി അവൻ അകത്തേക്ക് പോയി. ഞാൻ കുറച്ച് മാറി ഒരു 20-25 അവൻ ഷർട്ടിലൂടെയാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ പറ്റിയത്. അപ്പോൾ അവൻ പറഞ്ഞു വീട്ടിൽ പച്ച കളറിലാണ് ഷർട്ടിൽ പോയി കണ്ടത്. അപ്പോൾ ഗ്രീഷ്മ വീട്ടിൽ നിന്ന് കഷായവും ഫ്രൂട്ടിയും അവളെന്നെ ചർച്ച ചെയ്യുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കി. അന്ന് വൈകുന്നേരം തന്നെ അവനോട് ചോദിച്ചു കുറവുണ്ട്. അപ്പോൾ അവൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. ഇപ്പോൾ അപ്പച്ചിയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി അവൻ കാണാൻ പറ്റിയില്ല, ഐസിലായിരുന്നു. എന്നിട്ടാണ് രാത്രി മരിച്ചവർ ഞാൻ അറിയാം. റിജിന് ഇതൊക്കെ ഇങ്ങനെ ഒരു കേസായിരുന്നു. മാത്രമല്ല ഇതൊക്കെ പറയുകയും ചെയ്യുന്നു, വലിയ വാർത്തയായി മാറുകയും ചെയ്തു. അതിനുശേഷം റിജിന് എപ്പോഴാണ് തോന്നിയത് ഇതൊക്കെ തന്റെ കൂട്ടുകാരന് വേണ്ടി ഇതൊക്കെ തുറന്നു പറയണം? തോന്നിയിരുന്നു പറയണം, പക്ഷേ അവനെ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിൽ പോയിരുന്നു, പക്ഷേ അവൻ ഐസിയിലാണ്ട് കാണാൻ പറ്റി. അപ്പോൾ സച്ചിൻ വിളിച്ചിരുന്നു, അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാറിൻ്റെ ചേട്ടനെ വിളിച്ചിട്ടുണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം കുടുംബത്തോടെല്ലാം പറഞ്ഞു, പിന്നീട് പോലീസിനോടെല്ലാം പറഞ്ഞു. എന്നിട്ട് പാറശാല പോലീസ് സ്റ്റേഷൻ, ട്രിവാൻഡ്രത്ത് ക്രൈം ബ്രാഞ്ച് പോലീസ് സ്റ്റേഷൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. റിജിന് ഗ്രീഷ്മയുമായി അത് കഴിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു? അല്ല, ഞാൻ അല്ലെങ്കിൽ ഗ്രീഷ്മയോട് സംസാരിച്ചിട്ടില്ല. ഇത് തമ്മിലുള്ള പരിചയം വെച്ചുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? അവരുടെ കുടുംബമൊക്കെ ഇവിടുന്ന് നമ്മൾ സുഹൃത്തിൻ്റെ സ്ട്രോങ് ആയ ഒറ്റമൊഴി കൊണ്ട് മാത്രമാണ് ഗ്രീഷ്മ എന്ന ഒന്നാം പ്രതി കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു പ്രതികളെല്ലാം തന്നെ ഗ്രീഷ്മയുടെ അമ്മയായാലും അമ്മാവനായാലും കുറ്റവിമുക്തരായി ചെയ്യുകയാണ്. എന്നാൽ ഒന്നാം പ്രതി കുറ്റം ചെയ്തതായി തെളിയുന്നത് ഈ ഒരൊറ്റ സ്ട്രോങ് ആയ എവിഡൻസ്, സ്ട്രോങ് ആയ മൊഴിയുടെ പിറകിലാണെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചത് പ്രണയത്തിൻ്റെ പകയിലാണ്, അല്ലെങ്കിൽ പ്രണയത്തിനു വേണ്ടിയാണ് അയാളുടെ രക്തസാക്ഷിത്വം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനിയൊരു ഷാരോൺ ഉണ്ടാവാതിരിക്കട്ടെ, ഇനി ഇതുപോലെ ക്രൂരയായ ഗ്രീഷ്മകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്